ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ് വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS ഡയറീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ ഇന്ത്യയിൽ വരുന്ന ലൈസൻസിങ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതുകയും കൂടാതെ നമ്മളൊരു ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ നമുക്കൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. MBBS എന്നൊരു പ്രോഗ്രാം പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാമിനേഷൻ എഴുതി പാസ്സായതിനു ശേഷം മാത്രമാണ് ഇന്ത്യയിൽ ഇനി അങ്ങോട്ടേക്ക് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്ത്യയിൽ വരുന്ന ലൈസൻസിങ് എക്സാമിനേഷനെ കുറിച്ചിട്ടും ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലാണ് ഈ എക്സാമിനേഷൻ വരുന്നത്, അതിൻ്റെ മൊഡ്യൂളുകൾ എന്താണ്, എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഏതാണ്ട് 11ഓളം MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചിട്ടും ഏതാണ്ട് ഒരു 40ഓളം യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പലപ്പോഴും FMG എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. വിദേശത്ത് നിന്ന് പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് എഴുതാനുള്ള ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ടും 30% പാസിംഗ് പെർസെൻറ്റേജ് ഉള്ള ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു FMG എക്സാം, ഇതെങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ ഈ FMG എക്സാമും നെക്സ്റ്റ് എക്സാമും ഒരേ എക്സാമിനേഷൻ ആണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു എൻക്വയറി ആയിട്ട്. സോ നമ്മളുടെ ഈ ഒരു FMG എക്സാമിനേഷനെ കുറിച്ചിട്ടും NMCയുടെ നെക്സ്റ്റ് എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിരുന്നു നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ പറഞ്ഞ 2 എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് FMG എക്സാമിനെ കുറിച്ചിട്ടും അതിൻ്റെ പർപ്പസിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാം. FMG അഥവാ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് MBBS പഠനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട എക്സിറ്റ് എക്സാമാണ് ഈ പറഞ്ഞ FMG എക്സാമിനേഷൻ. NBE അഥവാ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടത്തി വരുന്നത്. ജൂണിലും അതുപോലെ ഡിസംബറിലും എന്നിങ്ങനെ 2 തവണകളായിട്ടാണ് ഈ ഒരു FMG എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് വരാറുള്ളത്. 300 ചോദ്യങ്ങൾ അടങ്ങുന്ന 300 മാർക്കിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇതിലൂടെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഏതാണ്ട് 2.5 മണിക്കൂർ വീതം 2 സ്ലോട്ടുകളിലായിട്ട് 5 മണിക്കൂർ വരുന്ന FMG എക്സാമിനേഷന് പാസിംഗ് മാർക്കായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടത് 300-ൽ 150 മാർക്കാണ്. ഏതാണ്ട് 50% നമ്മൾ പാസിംഗ് പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് നിങ്ങൾ ഇനി തെറ്റുത്തരം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷന് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റുകളിലും അതുപോലെ ക്ലിനിക്കൽ സബ്ജക്റ്റുകളിലുമായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വിഷയങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ MBBS വീഡിയോസിലും നമ്മൾ കൃത്യമായിട്ട് ഓരോരോ രാജ്യത്ത് നടക്കുന്ന MBBS പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും അവിടെ വരുന്ന സിലബസിനെ കുറിച്ചിട്ടും അവരുടെ ഹോസ്പിറ്റൽസും ക്ലിനിക്കൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ FMGയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് വാട്ട് ആഫ്റ്റർ MBBS എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നടത്തേണ്ട എക്സാംസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞു വരുന്നത്. സോ ഈ പറഞ്ഞ ഡീറ്റെയിൽസിൽ കൂടെ തന്നെ നിങ്ങൾക്ക് FMG എക്സാമിനേഷന് വരുന്ന മോഡുകളും ക്വസ്റ്റ്യൻസും നിങ്ങൾ പാസ്സാവാൻ വേണ്ട മാർക്കുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലവിൽ വിദേശത്ത് നിന്നും പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈസൻസിങ് എക്സാമിനേഷൻ ഉള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന NMCയുടെ നെക്സ്റ്റ് എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിച്ച വിദ്യാർത്ഥികളും ആ ഒരു എക്സാം എഴുതണമെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിനി NMCയുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് MBBS പഠിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകളും ലഭിക്കാനായിട്ട് പറ്റും. ഈ NMC കണ്ടക്ട് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു കോമൺ ലൈസൻസിങ് എക്സാമിനേഷൻ ആണ്. അതായത് മുൻപ് ഇന്ത്യയിൽ പഠിച്ച സ്റ്റുഡൻസിനും അതുപോലെ ഇന്ത്യയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനോ PG ചെയ്യാനോ യാതൊരു വിധത്തിലുള്ള ഒരു എക്സാമും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യയിൽ പഠിച്ചവർക്കും വിദേശത്ത് പഠിച്ചവർക്കും തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട്
വന്നിട്ട് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ് NMCയുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിനേഷൻ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആയിട്ട് നടത്താനാണ് NMC തീരുമാനിച്ചിട്ടുള്ളത്. കമ്പയർ ചെയ്യുമ്പോൾ NMC എക്സാമിനേഷന് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നടത്തി വരുന്നത്. എക്സാം പാറ്റേൺസും FMGയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് 1 ആൻഡ് നെക്സ്റ്റ് 2 എന്നിങ്ങനെ 2 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. തിയറിറ്റിക്കൽ എക്സാമിനേഷൻസ്, പ്രാക്ടിക്കൽ ഓർ ക്ലിനിക്കൽ സ്കിൽഡ് ബേസ് എക്സാമിനേഷൻസ് എന്നിങ്ങനെയാണ് ഈ ഒരു എക്സാം നടത്തി വരുന്നത്. നെക്സ്റ്റ് 1-ൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് കവർ ചെയ്യുന്നത് ഫൈനൽ ഇയർ MBBS സബ്ജക്റ്റുകളായിട്ടുള്ള മെഡിസിന്, സർജറി, പീഡിയാട്രിക്സ് എന്നിവയും ക്ലിനിക്കൽ സബ്ജക്റ്റുകളും അപ്ലൈഡ് ആൻഡ് പ്രീ ക്ലിനിക്കൽ സബ്ജക്റ്റുകളും പാരാക്ലിനിക്കൽ സബ്ജക്റ്റുകളുമായിട്ടുള്ള പാത്തോളജി, ഫാർമക്കോളജി എന്നിവയും പബ്ലിക് ഹെൽത്ത് സബ്ജക്റ്റുകളും പ്രിവെൻറ്റീവ് മെഡിസിൻസ് എന്നിവയാണ് നിങ്ങൾക്ക് സിലബസ് വരുന്നത്. മിനിമം പാസിംഗ് മാർക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50% സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നെക്സ്റ്റ് 2-ലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ക്ലിനിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾ ഷോക്കേസ് ചെയ്യേണ്ടത്. ഈ 2 സ്റ്റേജസും നിങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, MBBS പഠിക്കാനായിട്ട് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് NMC ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഡിസ്കഷൻ ചെയ്യുന്ന പല മാറ്റേഴ്സും നിങ്ങൾക്ക് ഭാവിയിൽ MBBS കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഇവർ നോക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ അഡ്വൈസറി ഫോർ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് NMCയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ പഠിക്കാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചിട്ടും അവിടുത്തെ എക്സാമിനേഷൻസും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈസൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന രാജ്യങ്ങൾ മാത്രം നിങ്ങൾ MBBS പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് FMG എക്സാമിനേഷനെ കുറിച്ചിട്ടും അതുപോലെ നെക്സ്റ്റ് എക്സാമിനേഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ളൊരു ധാരണ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയിൽ നമുക്ക് MBBS പഠിക്കാനുള്ള ആകെ വരുന്ന സീറ്റ് വെറും 1,09,153 ആണ്. അതുപോലെ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ 23,33,297 അതായത് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു MBBS സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് വെറും 4.68% മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാ വീഡിയോസിലും പറഞ്ഞു വരുന്നത്. നമ്മൾ ഇത്തരം കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള MBBS സീറ്റുകളുടെ നമ്പേഴ്സും വെച്ചിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻസിലാണ് നമ്മൾ ഈ 4.68% നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ 2025 FMG റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ MBBS അബ്രോഡ് അഡ്മിഷനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. FMG നെക്സ്റ്റ് പോലത്തെ മറ്റ് പല വിഷയത്തെക്കുറിച്ചിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയേണ്ട MBBS റിലേറ്റഡുമായിട്ടുള്ള ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ട് അത്തരം വീഡിയോസുകൾ നമ്മൾ വീണ്ടും ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.